നമസ്കാരം. ഭാരതത്തിന്റെ ഭരണഘടനയിൽ വിനായക ദാമോദര സവർക്കറിന്റെ സംഭാവനയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറാണ്. എന്നാൽ അംബേദ്കർ നമ്മളുടെ ഭരണഘടന എഴുതുന്നതിന് മുൻപേ തന്നെ മറ്റ് 3 ഭരണഘടനകളൂടെ എഴുതപ്പെട്ടിരുന്നു. അതിലാദ്യത്തേത് മോത്തിലാൽ നെഹ്റു ചെയർമാനായി 1928 തയ്യാറാക്കിയ ഭരണഘടനയാണ്. കോൺഗ്രസ് മുൻകൈയെടുത്തുണ്ടാക്കിയ ഈ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു മോത്തിലാൽ നെഹ്റു. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കാളികളുമായിരുന്നു. രണ്ടാമത്തേത് 1944 സവർക്കറിന്റെ നേതൃത്വത്തിൽ ഹിന്ദു മഹാസഭ തയ്യാറാക്കിയ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഹിന്ദുസ്ഥാൻ ഫ്രീ സ്റ്റേറ്റ് എന്ന ഭരണഘടനയാണ്. ഇത് എഴുതി ഉണ്ടാക്കുവാൻ ഹിന്ദു മഹാസഭ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി ഏതാണ്ട് 35ലധികം സിറ്റിംഗ്സിന് ശേഷമാണ് ഈ ഭരണഘടന പുറത്തിറക്കുന്നത്. ലോകത്തിൽ അന്ന് നിലനിന്നിരുന്ന എല്ലാ രാജ്യങ്ങളുടെയും ഭരണഘടനയും ഭാരതത്തിലെ തന്നെ പല ഭരണക്രമങ്ങളും പഠിച്ചതിന് ശേഷമാണ് അവർ ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത്. സ്വതന്ത്ര ഭാരതത്തിലെ ഈ ഭരണഘടന വിളിച്ചത് ഹിന്ദുസ്ഥാൻ എന്നാണ്, നോട്ട് ഇന്ത്യ. ഈ ഭരണഘടന പാകിസ്ഥാനെ അംഗീകരിച്ചിരുന്നില്ല. പാകിസ്ഥാന്റെ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള അൺഡിവൈഡഡ് ഇന്ത്യക്ക് വേണ്ടി എഴുതിയ ഭരണഘടനയായിരുന്നു അത്. ഡോക്ടർ BR അംബേദ്കറിന്റെ ഭരണഘടനയിലെ ഒട്ടുമിക്ക സവിശേഷതകളും സവർക്കറുടെ ഈ ഭരണഘടനയിൽ നമുക്ക് കാണാം. നമ്മുടെ രാജ്യത്തെ ഒരു ഡെമോക്രാറ്റിക് ഫെഡറൽ റിപ്പബ്ലിക്കായി ആദ്യം ഒരുപക്ഷെ വിഭാവനം ചെയ്തത് സവർക്കറുടെ ഭരണഘടനയായിരിക്കും. നമ്മുടെ നിലവിലെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏതാണ്ട് മുഴുവനായും തന്നെ നമ്മൾക്ക് സവർക്കറുടെ ഭരണഘടനയിലും കാണാം. കൂടാതെ ആരാണ് ഒരു പൗരൻ, 21 വയസ്സിലെ വോട്ടവകാശം, സ്റ്റേറ്റിന് ഔദ്യോഗിക മതം ഉണ്ടാകില്ല എന്ന് തുടങ്ങി ഇന്ന് നമ്മളുടെ ഭരണഘടനയിൽ കാണുന്ന പല സവിശേഷതകളും ഒരുപക്ഷെ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് സവർക്കർ നേതൃത്വം കൊടുത്തെഴുതിയ ഹിന്ദു മഹാസഭയുടെ ഭരണഘടനയിലായിരിക്കണം. സവർക്കറുടെ ഭരണഘടനയ്ക്കുണ്ടായിരുന്നതും നമ്മളുടെ നിലവിലെ ഭരണഘടനയ്ക്കില്ലാത്തതുമായ ഒരു പ്രത്യേകത, ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കുവാനുള്ള അധികാരം സവർക്കറുടെ ഭരണഘടന ജനങ്ങൾക്ക് കൊടുത്തിരുന്നു. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച 3ാമതൊരു ഭരണഘടന കൂടെ ഉണ്ടായിരുന്നു, ഡ്രാഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന പേരിൽ. ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നമ്മളുടെ നിലവിലെ ഭരണഘടന എഴുതുന്ന അവസരത്തിൽ മേൽപ്പറഞ്ഞ 3 ഭരണഘടനകളും ചർച്ച ചെയ്തിരുന്നു. ഇനി നമ്മുടെ രാജ്യം വിഭജനത്തിലേക്ക് എത്തപ്പെട്ടതിൻ്റെ ഒരു നാൾ വഴികൾ ഒന്ന് നോക്കാം. ഈ കോൺഗ്രസ് നടത്തിയ ഏറ്റവും വലിയ നിയമലംഘന സമരമായിരുന്നു 1942 തുടങ്ങിയ ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ജയിലിലാക്കപ്പെട്ട ഗാന്ധിജി 1944 ജയിൽ മോചിതനായി. ജയിൽ മോചിതനായ ഗാന്ധിജി അന്നത്തെ വൈസ്രോയി വേവൽ പ്രഭുവിന് ഒരു കത്തയച്ചു. ആ കത്തിൽ ഗാന്ധിജി ആവശ്യപ്പെട്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാമെങ്കിൽ നിയമലംഘന സമരങ്ങളിൽ നിന്നും കോൺഗ്രസ് പിന്മാറാം, മാത്രവുമല്ല 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിക്കുകയും ചെയ്യാം. ഇത് വൈസ്രോയി തള്ളിക്കളഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാട്, ഇത് കോൺഗ്രസ് മാത്രം പറഞ്ഞാൽ പോരാ, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് ആവശ്യപ്പെട്ടാൽ പരിഗണിക്കാം. അതേസമയം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വ്യത്യസ്ത നിലപാടുകളിലായിരുന്നു. വിഭജനത്തിനെക്കുറിച്ച് കോൺഗ്രസിന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. C രാജഗോപാലാചാര്യെ പോലെയുള്ളവർ വിഭജനത്തെ അനുകൂലിച്ചവരായിരുന്നു. എന്നാൽ ഭൂരിപക്ഷം കോൺഗ്രസ് നേതൃത്വവും വിഭജനത്തിനെതിരായിരുന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ എന്ന ആവശ്യം അംഗീകരിക്കാതെ ഒരു ചർച്ചയ്ക്കും അവർ തയ്യാറായിരുന്നില്ല. അതേപോലെ തന്നെ ഹിന്ദു മഹാസഭയും വിഭജനത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. വിഭജനം ഒഴിവാക്കി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രാതിനിധ്യമുള്ള ഒരു നാഷണൽ ഗവൺമെന്റ് എന്ന ആശയത്തിലേക്ക് ജിന്നയെയും മുസ്ലിം ലീഗിനെയും അനുനയിപ്പിക്കുവാൻ ഗാന്ധിജി പല ശ്രമങ്ങളും നടത്തി. പല അവസരങ്ങളിലും ഗാന്ധിജിയുടെ പ്രതിനിധിയായി ജിന്നയുമായി ചർച്ച നടത്തിയിരുന്നത് രാജാജിയായിരുന്നു, C രാജഗോപാലാചാരി. 1944 സെപ്റ്റംബർ മാസം 9 മുതൽ സെപ്റ്റംബർ 27 വരെയുള്ള എല്ലാ ദിവസവും
ജിന്നയുടെ ബോംബെയിലെ മൗണ്ട് പ്ലസന്റ് റോഡിലെ ബംഗ്ലാവിൽ നേരിട്ടെത്തി മഹാത്മാഗാന്ധി അദ്ദേഹവുമായി ചർച്ച നടത്തി. മഹാത്മാഗാന്ധി ജിന്നയുമായി ഈ അനുനയ നീക്കങ്ങൾ നടത്തുന്ന അതേ സമയം കോൺഗ്രസ് നേതാവ് ഭൂലാഭായ് ദേശായിയും മുസ്ലിം ലീഗ് നേതാവ് ലിയാഖത്ത് അലി ഖാനും ഒരു 50-50 ഫോർമുലയുമായി വൈസ്രോയിയെ സമീപിച്ചു. അതായത് ഒരു നാഷണൽ ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ 50% സീറ്റ് കോൺഗ്രസിനും 50% സീറ്റ് മുസ്ലിം ലീഗിനും, ഈ രണ്ടു കൂട്ടരും പങ്കിട്ട് ഉണ്ടാക്കുന്ന ഒരു ദേശീയ ഗവൺമെന്റ്, ഈ പ്രപ്പോസലുമായി അവർ വൈസ്രോയിയെ സമീപിച്ചു. ഗാന്ധിജിയുടെയും ജിന്നയുടെയും ഒരു അനുഗ്രഹാശിസുകളോടെയാണ് അവർ വൈസ്രോയെ കണ്ടത് എന്ന് വേണം നമുക്ക് കരുതുവാൻ. എന്നിരുന്നാലും ഗാന്ധിയും ജിന്നയും രണ്ടുപേരും ഇപ്രകാരം ഒരു നീക്കം നടത്തിയതായി അല്ലെങ്കിൽ അതിന് മുൻകൈ എടുത്തതായി ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ഈ ചർച്ചകളും അനുനയ നീക്കങ്ങളും എല്ലാം അൻപേ പരാജയപ്പെട്ടു. കാരണം പാകിസ്ഥാൻ എന്ന ആശയത്തിൽ നിന്നും അണുകിട മാറുവാൻ ജിന്ന ഒരുക്കമായിരുന്നില്ല. ജിന്നയെ സംബന്ധിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരിക്കലും ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത വിധം വ്യത്യസ്ത സാംസ്കാരികത പിന്തുടർന്നവരായിരുന്നു. അവരുടെ ജീവിത വീക്ഷണങ്ങളും ദൈവസങ്കല്പവും എല്ലാം വ്യത്യസ്തമാണ്. ദർ സോഷ്യൽ കസ്റ്റംസ് ആർ എൻറ്റയർലി ഡിഫറെന്റ്. അതുകൊണ്ട് ജിന്നയെ സംബന്ധിച്ച് പാകിസ്ഥാൻ മാത്രമായിരുന്നു ഒരു പരിഹാരം. പൊതുവായ ഒരു ഭരണഘടനയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടുന്ന ഒരു നാഷണൽ ഗവൺമെന്റ് എന്ന ആശയവും മുസ്ലിം ലീഗ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ചർച്ചകളെല്ലാം പരാജയപ്പെട്ടതോടെ വൈസ്രോയി ലോർഡ് വേവൽ അദ്ദേഹം തന്നെ ഒരു പുതിയ നിർദ്ദേശവുമായി മുന്നോട്ട് വന്നു. വൈസ്രോയുടെ നിർദ്ദേശം ഇതായിരുന്നു: അധികാരം ഒരു 14-അംഗ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് മാറ്റുക. ആ 14 പേരിൽ 6 പേർ കോൺഗ്രസുകാർ, 5 പേർ മുസ്ലിം ലീഗ്, ഒരു സിഖുകാരൻ, ഒരു ഇന്ത്യൻ ക്രിസ്ത്യൻ. ഇതായിരുന്നു വൈസ്രോയി പ്രപ്പോസ് ചെയ്ത കോമ്പസിഷൻ. നെഹ്റുവും ജിന്നയും ആ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഭാഗമായിരിക്കും. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഉത്തരവാദിത്തത്തിൽ ഒരു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യം ഉൾപ്പെടുത്തി ഒരു ഇടക്കാല ഗവൺമെന്റും രൂപീകരിക്കണം. ഇതായിരുന്നു വൈസ്രോയ് വേവലിന്റെ നിർദ്ദേശം. വൈസ്രോയുടെ ഈ പ്രപ്പോസലാണ് സ്റ്റേറ്റ് പേപ്പർ ഓഫ് May 16 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനോട് ആദ്യമൊന്നും ആർക്കും കാര്യമായ എതിർപ്പുണ്ടായിരുന്നില്ല. അതുവരെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ജിന്ന പോലും ഒരു വേള ഇതിനെ ഒരു പീസ്ഫുൾ സെറ്റിൽമെന്റ് എന്ന രീതിയിൽ അംഗീകരിച്ചു. ഇന്ത്യ വിഭജിക്കാതിരിക്കുവാനുള്ള ഒരുപക്ഷെ അവസാനത്തെ ഒരു ഓപ്ഷനായിരുന്നു വൈസ്രോയുടെ ഈ നിർദ്ദേശം. ഈ ഒരു പീസ്ഫുൾ സെറ്റിൽമെന്റിനെ അട്ടിമറിച്ചത് പണ്ഡിറ്റ് നെഹ്റു ആയിരുന്നു. പണ്ഡിറ്റ് നെഹ്റു അന്ന് AICC പ്രസിഡന്റാണ്. ജൂലൈ 10, 1946 അന്ന് അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. അതിൽ അദ്ദേഹം പറഞ്ഞു, ഈ വൈസ്രോയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കുന്ന എക്സിക്യൂട്ടീവ് കൗൺസിലിൽ, ആ കൗൺസിൽ രൂപീകരിച്ച് കഴിഞ്ഞാൽ ഇടക്കാല ഗവൺമെന്റിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന് കോൺഗ്രസ് തീരുമാനിക്കും. അതിന് കോൺഗ്രസിന് ആരുടെയും ഉപദേശം വേണ്ട. കോൺഗ്രസ് പാർട്ടി നെഹ്റുവിന്റെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞുവെങ്കിലും ഒരു സമവായത്തിന്റെ പാതയിലെത്തിയ മുഹമ്മദ് അലി ജിന്നയെ ഇത് വല്ലാതെ പ്രകോപിപ്പിച്ചു. പാകിസ്ഥാൻ നേടിയെടുക്കുവാൻ ഡയറക്റ്റ് ആക്ഷൻ എന്ന പേരിൽ മുസ്ലിം ലീഗ് ഹിന്ദുക്കളുടെ കൂട്ടക്കുരുതി ആരംഭിച്ചു. 1946 ഓഗസ്റ്റ് മാസം 16, 17, 18 ഈ 3 ദിവസങ്ങളിൽ മാത്രം 6000-ലധികം ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയോ ബലാത്സംഗം ചെയ്യപ്പെടുകയോ ചെയ്തു. കൽക്കട്ടയിൽ മാത്രം വലിയ വലിയ കലാപങ്ങൾ ലീഗ് നേതൃത്വത്തിൽ ബംഗാളിലും നവഖാലിയിലും അരങ്ങേറി. പഞ്ചാബിൽ മാത്രം 2 ആഴ്ചക്കുള്ളിൽ 2000-ലധികം പേർ കൊല്ലപ്പെട്ടു. റാവൽപിണ്ടി സന്ദർശിച്ച മൗണ്ട് ബാറ്റന്റെ പ്രസ് ടീം എഴുതിയത്, ഹിന്ദു സിഖ് വിഭാഗക്കാരുടെ ഏരിയകളിലെ നാശനഷ്ടം യുദ്ധത്തിൽ ബോംബിട്ടതുപോലെ ആയിരിക്കുന്നു. അവിടങ്ങളിലെ മുസ്ലിങ്ങൾ അതുകണ്ട് സന്തോഷിക്കുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, ലോർഡ് മൗണ്ട് ബാറ്റന്റെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നുള്ളതാണ്. മഹാത്മാഗാന്ധി അക്കാലത്ത് നടത്തിയ ചില പ്രസ്താവനകൾ സവർക്കർ ഉൾപ്പെടെയുള്ള പല നേതാക്കളെയും വല്ലാതെ ചൊടിപ്പിച്ചു. 1947 ഏപ്രിൽ മാസം 6-ാം തീയതി നടന്ന പ്രാർത്ഥനായോഗത്തിൽ മഹാത്മാഗാന്ധി പറഞ്ഞത് ഞാനൊന്ന് വായിക്കാം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ഈ നവഖാലിയിലും ബംഗാളിലൊക്കെ നടന്ന കലാപത്തിന്റെ അവസരത്തിൽ മഹാത്മാഗാന്ധി നടത്തിയ പ്രസ്താവനയാണ്. മുസ്ലിങ്ങൾ നിങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിച്ചാലും
നിങ്ങൾ അവരോട് ദേഷ്യപ്പെടരുത്. മുസ്ലിങ്ങൾ നമ്മളെ കൊല്ലുവാൻ ആഗ്രഹിച്ചാൽ നമ്മൾ മരണം ധൈര്യപൂർവ്വം സ്വീകരിക്കണം. ഹിന്ദുക്കളെ കൊന്ന് മുസ്ലിങ്ങൾ ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചാൽ നമ്മൾ നമ്മളുടെ ജീവിതം ബലിയർപ്പിച്ച് ഒരു പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കണം. ആരും മരണത്തെ ഭയപ്പെടരുത്. ഇത് മഹാത്മാഗാന്ധിയുടെ പ്രസ്താവനയാണ്. 1947 തുടക്കത്തോടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി CWC ഇന്ത്യയെ വിഭജിക്കുവാൻ അംഗീകാരം കൊടുത്തു. ജിന്നയുടെ പിടിവാശിക്ക് മുമ്പിൽ രാജ്യം തോറ്റുപോയി. ഇന്ത്യയെ വിഭജിക്കുന്നതിന് മുൻപ് എന്നെ വിഭജിക്കൂ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി വിഭജനമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് തിരിച്ചറിഞ്ഞു. അവസാനം സർദാർ പട്ടേൽ പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ല എങ്കിലും ഇന്ത്യയിൽ 2 രാഷ്ട്രങ്ങളുണ്ടായിരുന്നു, ഹിന്ദുവും മുസ്ലിമും. അവർക്കൊരു രാഷ്ട്രമായി ഐക്യപ്പെട്ട് ജീവിക്കുവാൻ സാധിച്ചില്ല. നെഹ്റുവിനും ഇതേ അഭിപ്രായമായിരുന്നു. 1947 ജൂലൈ 4 ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകുവാൻ ഉദ്ദേശിച്ചുള്ള ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ജൂലൈ 18 അതിന് രാജാവിന്റെ അംഗീകാരം ലഭിച്ചു. 1947 ഓഗസ്റ്റ് മാസം 15 2 സ്വതന്ത്ര രാജ്യങ്ങൾ ജന്മമെടുത്തു, ഇന്ത്യയും പാകിസ്ഥാനും. സിന്ധും ബലൂചിസ്ഥാനും നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസും വെസ്റ്റ് പഞ്ചാബും ഈസ്റ്റ് ബംഗാളും പാകിസ്ഥാന്റെ ഭാഗമായി. മൗണ്ട് ബാറ്റൻ ഭാരതത്തിന്റെ ആദ്യത്തെ ഗവർണർ ജനറലായി. മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ. ബ്രിട്ടീഷ് വൈസ്രോയുടെ എല്ലാ മീറ്റിങ്ങുകളിലും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ശേഷം ക്ഷണിക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നു ഹിന്ദു മഹാസഭ. എന്നാൽ 1945 ജൂലൈക്ക് ശേഷമുള്ള ഒരു അധികാര കൈമാറ്റ ചർച്ചകളിലും സവർക്കറോ ഹിന്ദു മഹാസഭയോ ക്ഷണിക്കപ്പെട്ടിരുന്നില്ല. അതിന് കാരണം 1945 ആയപ്പോഴേക്കും കോൺഗ്രസും മുസ്ലിം ലീഗും ഇന്ത്യ വിഭജനത്തെ പൂർണ്ണമായും അംഗീകരിച്ചിരുന്നു. സവർക്കറും ഹിന്ദു മഹാസഭയും മാത്രമായിരുന്നു വിഭജനത്തിനെ അവസാനം വരെ എതിർത്തുകൊണ്ടിരുന്നത്. വിഭജനത്തിനെ എതിർക്കുവാൻ അഖണ്ഡ ഹിന്ദുസ്ഥാൻ ലീഡേഴ്സ് കോൺഫറൻസ് എന്നൊരു സംഘടന തന്നെ സവർക്കർ ഉണ്ടാക്കി. അതിൽ ഹിന്ദു മഹാസഭയും എല്ലാ സിഖ് പാർട്ടികളും, ലിബറൽ പാർട്ടി, ആര്യ സമാജം, ഡെമോക്രാറ്റിക് സ്വരാജ് പാർട്ടി ഇവരെല്ലാം അംഗങ്ങളായിരുന്നു. വിഭജനത്തിൽ നിന്നും കോൺഗ്രസിനെ പിന്തിരിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഏതാണ്ട് 6000-ലധികം പ്രതിഷേധ സംഗമങ്ങൾ അവർ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിച്ചു. 1945 ജൂലൈ 1 മുതൽ 7 വരെ വിഭജനത്തിനെതിരെ പ്രതിഷേധ വാരമായി ആചരിച്ചു. ഹിന്ദു മഹാസഭയുടെ ഈ പ്രതിഷേധവും വിഭജനത്തിനോടുള്ള എതിർപ്പും കാരണം 1945 ജൂലൈക്ക് ശേഷമുള്ള അധികാര കൈമാറ്റ ചർച്ചകളിൽ നിന്നും സവർക്കറിനെയും ഹിന്ദു മഹാസഭയും മാറ്റി നിർത്തപ്പെട്ടു. ജിന്നയെയും സവർക്കറിനെയും ഒരു ഫോറത്തിൽ കൊണ്ടുവരുന്നത് ഒരു സമവായം അസാധ്യമാക്കുമെന്ന് മനസ്സിലാക്കിയ വൈസ്രോയി സവർക്കറെ മാറ്റി നിർത്തി. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.